everyone, welcome back to Xylem Learning. നിങ്ങളുടെ സ്വന്തം അരുമ മിസ് ആണ്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ചാപ്റ്ററുകളായിട്ട് നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ ചാപ്റ്റർ ആയിട്ടുള്ള കണ്ണെത്താ ദൂരത്തെ കയ്യെത്താ ദൂരത്തെ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള ആസ് ഫാർ എ ലിറ്റിൽ ഫാർ എന്നുള്ള ഒരു ഭാഗം പഠിപ്പിച്ചു തരാനാണ്. അപ്പൊ വെരി ഫാർ എ ലിറ്റിൽ ഫാർ എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പൊ എന്താണ് ഈ ആസ് ഫാർ ലിറ്റിൽ ഫാർ എന്നുള്ളതിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാമല്ലോ നമ്മുടെ ഈ പഴയ കാലത്ത് പുതിയ കാലത്തും ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലേ. നിങ്ങളുടെ അപ്പൂപ്പനോ നിങ്ങളുടെ അമ്മൂമ്മയോ ഒക്കെ നിങ്ങളെടുത്ത് പഴമയിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമ്മുടെ പുതിയ കാലത്ത് എന്തൊക്കെയാ സംഭവിക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ. എന്നാൽ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ വയസ്സായ ആളുകൾ പറഞ്ഞു തരുമ്പോഴാണ് കുറെയൊക്കെ അറിയുന്നത്. അപ്പൊ നമ്മുടെ ഈ കണ്ണെത്താ ദൂരത്തെ കയ്യെത്താ ദൂരത്തെ എന്നുള്ള പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ആശയവിനിമയ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പൊ എന്താണ് ഈ ആശയവിനിമയം എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആശയങ്ങളോ വിചാരങ്ങളോ വിവരങ്ങളോ, അതായത് നമ്മുടെ ഐഡിയാസ്, ഫീലിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പല രീതിയിലാണ് ഇന്ന് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ എഴുത്തുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ. നമ്മുടെ സോഷ്യൽ മീഡിയാസ്, ഇപ്പോൾ വാട്സപ്പിൽ, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടവും നമ്മൾ കുറച്ച് പഴയ കാലഘട്ടവും ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ അല്ലേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. അപ്പോൾ പഴമയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. യെസ്, കുറച്ച് പിന്നോട്ടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എന്തൊക്കെ രീതിയിലൂടെയാണ് ആശയങ്ങളും ഫീലിങ്സും ഒക്കെ കൈമാറിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ. അപ്പം നിങ്ങൾക്കൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം മിസ് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഒരുപാട് ദൂരത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ കാലഘട്ടം അല്ല ടീച്ചർ പറയുന്നത്, പഴയ കാലഘട്ടമാണ്. അപ്പൊ അന്ന് അതിനു വേണ്ടി ഏറ്റവും പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു പീജിയൻസ് അഥവാ പ്രാവുകളെ. എന്താ ചെയ്യാന്നറിയാവോ? ഇപ്പൊ ചെറിയൊരു പേപ്പറിൽ എന്ത് ചെയ്യും, കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ആയിട്ട് അത് പ്രാവിന്റെ കാലിൽ കെട്ടിയിട്ട് പറത്തി അങ്ങോട്ട് വിടും. എന്നിട്ടോ ആ പ്രാവ് ആരിലേക്കാണോ സഞ്ചാരം, അതായത് ആരിലേക്കാണോ ഈ വിവരം കൊണ്ടുപോകേണ്ടത് അവിടേക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കും അല്ലെ. അപ്പൊ ഈ രീതിയിലുള്ള ആശയവിനിമയം പണ്ട് നിലനിന്നിരുന്നു. എന്നാൽ ഈ ഒരു രീതി മാത്രമല്ല കേട്ടോ, അതിനുള്ള മറ്റു 3 ഉദാഹരണങ്ങൾ കൂടെ ടീച്ചർ ഇവിടെ പറഞ്ഞു തരാം. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് പെരുമ്പറ. നിങ്ങളിങ്ങനെ ഡും 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 എന്ന് പറഞ്ഞിട്ടല്ലേ രാജാവിന്റെ ഒരുപാട് വിവരങ്ങൾ എത്തിക്കുന്നത് കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ് പെരുമ്പറ മുഴക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്കറിയാം. ഇനി മൂന്നാമതായിട്ടുള്ളതാണ് ദൂതൻ. എന്താ ഈ ദൂതൻ? അതായത് ഇപ്പൊ നമ്മൾ 2 പേരുണ്ട് എന്ന് വിചാരിക്കും, ഞാനും നിങ്ങളും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ടാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചില സമയങ്ങളിൽ അല്ലെ നിങ്ങളൊന്ന് PTA മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ എങ്ങനെയാ ഉണ്ടാവുക അല്ലെ, ആദ്യം നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് പറയും PTA മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ കൂട്ടിയിട്ട് വരണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലല്ലേ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ടീച്ചറുടെ അടുത്ത് നിന്നുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു വിവരം നിങ്ങൾ നേരെ ആരിലേക്ക് കൊടുക്കുന്നു, നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ടീച്ചർക്ക് ശരിക്കും ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ലായിരുന്നു പണ്ട് കാലങ്ങളിൽ അല്ലേ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ ടീച്ചറുടെയും മാതാപിതാക്കളുടെ ഇടയിലുള്ള ഒരു ദൂതനെ പോലെ ഇവിടെ ആരാളുള്ളത്, എൻ്റെ കുഞ്ഞുങ്ങളല്ലേ. അതുപോലെ തന്നെ വലിയ വലിയ രാജാക്കന്മാർക്കിടയിൽ അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ ഇങ്ങനെ ഒരു ദൂതൻ ഉണ്ടായിരുന്നു. അവർ നേരിട്ട് കാര്യങ്ങൾ കൈമാറില്ല, പകരം ഈ ദൂതനാണ് ഒരു സ്ഥലത്ത് നിന്ന് കുറേ ദൂരം സഞ്ചരിച്ചിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് എത്തുക. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരാളാണ് അഞ്ചലോട്ടക്കാരൻ. അപ്പോൾ നമ്മൾ പോസ്റ്റ്മാൻ ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിൻ്റെയൊക്കെ പഴയ കാലത്തൊരു വേർഷൻ ആയിരുന്നു ഈ അഞ്ചലോട്ടക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആസ് ഫാർ അല്ലേ, ഒരു ലിറ്റിൽ ഫാറിലേക്കുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഭാഗം ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പുതിയൊരു ദിവസം അല്ലേ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ കൂട്ടുകാരും പഠിച്ചു വെക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ.